അക്കരക്ക് പോയത് ഒരു ബോട്ടിലാണ്. അതിൽ 5 പേരാണ് പോയിട്ടുള്ളത്. ERFൻ്റെ ടീമും ഇവിടുത്തെ ലോക്കൽസാണ് പോയിട്ടുള്ളത്. ഇപ്പോൾ കിട്ടിയിട്ടുള്ള ബോഡിയൊക്കെ പറഞ്ഞാൽ ഇക്കരന്ന് മാത്രം കിട്ടിയിട്ടുള്ള ബോഡിയാണ്. അക്കരക്കുള്ള ബോഡിയൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ പോണ വൈക്കലൊക്കെ ബോഡി കിടക്കുന്നുണ്ട്. അതൊക്കെ പ്ലാസ്റ്റിക്കിൽ പൊയിഞ്ഞ് അവിടെ തന്നെ വെച്ചൊക്കെയാണ്. എന്തെങ്കിലും കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ആ ബോഡി ഇക്കരക്ക് എത്തിച്ചാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ കൊണ്ടുപോയൊരു ബോട്ടുണ്ട്. ആ ബോട്ടിൽ ഈ ഒലിവിനെ താങ്ങിക്കാണ്ട് അക്കരക്ക് പോകാൻ ഭയങ്കര പ്രയാസമാണ്. ഓൾറെഡി ഒരു ബോട്ട് ERFൻ്റെ ബോട്ട് അക്കരക്ക് എത്തിയിട്ടുണ്ട്. ഓൾറെഡി ഇപ്പം ഒരു 5-6 ബോഡിയാണ് ഇക്കരന്ന് മാത്രം കിട്ടിയത്. ഈ പാർട്സ് കൊണ്ടുപോയത് അതിൻ്റെ മുമ്പ് 3-4 കൊണ്ടുപോയതാണ്. ഇതിൻ്റെ പുറത്തൊരു 4-5 ബോഡി ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അവിടെ അക്കര പൊയിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലോട്ട് പോകുന്നതനുസരിച്ച് ബോഡി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കോളനിക്കാർ 6 ബോഡി ഉണ്ടെന്നാണ് പറഞ്ഞത്. കോളനിക്കാർ അതിൽ കൂടുതലുണ്ടോ? 6 ബോഡി ഓൾറെഡി അവിടെ കണ്ടുവച്ചതാണ്. ഈ പോണ വൈക്കുന്ന് കിട്ടുന്നതാണ് അതിൻ്റെ പുറത്തുള്ള ബോഡികളാണ്. 6 ബോഡി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആംബുലൻസ് ഡ്രൈവറാണ്, ട്രോമാ കെയറിൻ്റെ. 6 ബോഡി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ബോഡി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ. അതിൻ്റെ പുറത്താണ് ഇപ്പോൾ ഞങ്ങൾ ബോട്ടും കൊണ്ട് അക്കരക്ക് പോയപ്പോഴാണ് ഇപ്പോൾ അവിടുത്തെ കോളനിക്കാരാണ് ഈ കാണിച്ചു തരുന്നത്. മരത്തിൻ്റെ പൊത്തിൽ അതേമാതിരി തന്നെ മണ്ണിനോട് കടന്നിട്ട് അഥവാ മേൽക്കൂടെ മണൽ കയറിയിട്ടുണ്ട്. കയ്യോ കാലോ മാത്രമേ പുറത്ത് കാണുന്നുള്ളൂ. അങ്ങനത്തെ ബോഡി ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് പ്ലാസ്റ്റിക്കിൽ പൊയിഞ്ഞാണ്ട് അവിടെ വെച്ചേക്കാണ്. NDRF അവിടെ ഉണ്ടോ? NDRF എത്തിക്കണ്, വേറെ റെസ്ക്യൂ ടീം എത്തിക്കണ്, സിവിൽ ഡിഫൻസിൻ്റെ ടീമുണ്ട്, എല്ലാ ടീമും ഉണ്ട്. ഇപ്പോൾ ERFൻ്റെ ടീം ഇപ്പോൾ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. NDRFൻ്റെ ബോട്ട് പോയിട്ടുണ്ട്. വേറെ 1-2 ബോട്ടുകൾ അവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഈ ബോട്ട് വഴി തന്നെ നിങ്ങളങ്ങോട്ട് കടന്ന അതേ വഴിക്ക് ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റുമോ ബോഡി? കാണുന്ന പോലെയല്ല, ഇത് നമുക്ക് നല്ല കുത്തൊലിവുണ്ട്. അതിപ്പോൾ ഇവിടുത്തെ ലോക്കൽസ് പറയുന്ന അനുസരിച്ചാണ്ടാണ് ഇവിടെ ഇറങ്ങണുള്ളൂ. ഇറങ്ങിയാൽ തന്നെ നമ്മൾ വിചാരിച്ചിടത്തേക്കല്ല ബോട്ട് പോണത്. നല്ല ഒഴുക്കാണ്. അതുപോലെ തന്നെ വള്ളത്തിൽ വരുന്നത് നല്ല വലിയ വലിയ മരങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും തരണം ചെയ്തിട്ട് വേണം അക്കരക്ക് എത്തണമെന്നുണ്ടെങ്കിൽ.